they are thinking about you, their deep emotions. അവർ നിങ്ങളെക്കുറിച്ച് എത്രമാത്രം ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. അത്രയധികം ലൈഫിൽ അത്രയധികം നെഗറ്റിവിറ്റീസ് അവർ ഫേസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ പോലും അവർ വളരെ ഹാപ്പി ആയിട്ട് തന്നെ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. അത്രയും ഡീപ്പായിട്ടുള്ള ഇമോഷൻസോട് കൂടി അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. കാരണം അവർക്ക് അത്രയും പ്രതീക്ഷ നൽകുന്ന ഒരു റിലേഷൻഷിപ്പ് ആണ് ഇത്. ഓക്കെ, യെസ്, വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു സാഹചര്യമായിരിക്കാം, പക്ഷെ നിങ്ങളുമായിട്ട് റിയൂണിയൻ ചെയ്യണം എന്നുള്ളത് അവരുടെ ലൈഫിൽ ഇപ്പോൾ അത്രയും റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. എങ്കിൽ പോലും അവർ അതിനൊരു ആക്ഷൻ എടുക്കാൻ ഇപ്പോഴും തയ്യാറാണ്. മേ ബി അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഈ വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, അവർ എന്ത് സാഹചര്യത്തെയും അവരെ അതിജീവിക്കാനുള്ള ഒരു കരുത്ത് അവരുടെ ഉള്ളിലുണ്ട്. കാരണം എത്ര സ്ട്രഗിൾ ചെയ്താലും എത്ര ഫൈറ്റ് ചെയ്താലും അവർക്ക് നിങ്ങളെ അവരുടെ ലൈഫിൽ വേണം എന്നുള്ള അത്രയും ഡീപ്പായിട്ടുള്ള ഒരു ആഗ്രഹം അവരുടെ ഉള്ളിലുണ്ട്. ആ ഒരു സ്ട്രോങ് ഡിസിഷൻ അവരെടുക്കുന്നുണ്ട്. ഓക്കെ, യെസ്, അവർക്ക് തന്നെ അറിയാം അവർ ചിലപ്പോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ചിന്തിക്കുന്നത് ഒരു എടുത്തുചാട്ടമായിരിക്കാം. ഒരു അവസരത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ പോലും ഇപ്പോൾ അവർക്ക് കഴിയുന്നില്ല. കാരണം അത്രയും അവർ സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു സിറ്റുവേഷനിൽ അവർക്ക് നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരാൻ കഴിയുന്നില്ലായിരിക്കും. എങ്കിൽ പോലും അവർ ആ ഒരു തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, യെസ്, അത്രയും അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു സ്നേഹം, അതായത് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നില്ല അവരുടെ ഫീലിങ്സ് എന്താണ്. ഇത്രയും ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങളോട്. അതുകൊണ്ട് ആ ഒരു ഫീലിങ്സ് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നില്ല. അവർക്ക് ഒരു പാരന്റൽ കെയർ നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കണം. അത്രയും ഒരു കണക്ഷൻ, അമ്മയ്ക്ക് കുഞ്ഞിനോട് എന്നുള്ള പോലെയുള്ള ഒരു സ്നേഹം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ. ഓക്കെ, അത്രയും സന്തോഷം അവർക്ക് ഉണ്ടാവുന്നുണ്ട്. അവരുടെ മനസ്സിന് ഇത്രയും ഒരു ശാന്തത അല്ലെങ്കിൽ അത്രയും സന്തോഷം ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് നിങ്ങളുടേത്. അതുകൊണ്ട് തന്നെ ലൈഫിൽ മറ്റൊരു സിറ്റുവേഷന് വേണ്ടിയിട്ടും നിങ്ങളെ ഉപേക്ഷിക്കാനായിട്ട് ആ വ്യക്തി തയ്യാറല്ല. യെസ്, തീർച്ചയായിട്ടും അവർ ആ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയാണ് അവർ കാത്തിരുന്നത്. മേ ബി ഈ ഒരു സമയം അവർക്ക് അതിനുള്ളൊരു അവസരം ലഭിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ട് തന്നെ എത്ര തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായാലും എത്ര ഒപ്പോസിഷൻസ് ഉണ്ടായാലും ഈ വ്യക്തി ശക്തമായിട്ട് തന്നെ അതെല്ലാം തകർത്തുകൊണ്ട് നിങ്ങളുടെ അരികിലേക്ക് വന്നു ചേരും. അത്രയും ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു സ്നേഹം ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട്. ഓക്കെ, വീണ്ടും ആ ഒരു ക്ലാരിറ്റിയാണ് നമ്മുടെ കാർഡ്സിലൂടെ കാണുന്നത്. ഒരു റീബർത്ത് ഉണ്ടാവാണ്. ഓക്കെ, കംപ്ലീറ്റ് എൻഡായി പോയിട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് പോലും ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലാതായി തീർന്നിട്ടുണ്ടാവാം. എങ്കിലും അവിടെ ഒരു റീബർത്ത് ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. വളരെ ക്ലാരിറ്റിയോട് കൂടിയാണ് നമുക്കിവിടെ ഈ ഒരു കാര്യം മനസ്സിലാവുന്നത്. അത്രയും ഈ വ്യക്തി ആഗ്രഹിക്കുന്ന, അത്രയും ഡീപ്പായിട്ട് ഈ വ്യക്തി ചിന്തിക്കുന്നതും ഈ ഒരു കാര്യമാണ്, ഈ റീബർത്തിനെ കുറിച്ച്. അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. എത്രയും സ്ട്രഗിൾ ചെയ്താലും അവരെല്ലാ കാര്യത്തിനും അവർക്ക് സൊല്യൂഷൻ കണ്ടെത്തണം എന്നുള്ള ഒരു മനസ്സുള്ള വ്യക്തിയാണ്. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു റീബർത്ത് ഉണ്ടാവും. ഈ കണക്ഷൻ എന്ന് പറയുന്നത് അവരൊരു ഇൻഫിനിറ്റ് കണക്ഷൻ ആയിട്ട് കാണുന്നു. ദാറ്റ് മീൻസ് ഒരു എൻഡ് ആയി എന്ന് കരുതുന്ന ആ ഒരു സിറ്റുവേഷനിലും ഈ വ്യക്തിക്ക് മനസ്സിൽ അത്രയും ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ അവർ ചിന്തിക്കുന്നുണ്ട്. കാരണം എല്ലാം എൻഡ് ആയി കഴിഞ്ഞു. ഈ വ്യക്തിക്ക് ഇനി ഒരു റീബർത്ത് ഉണ്ടാവില്ല. ഈ ഒരു ബേർഡിന് ഇനി ഒരു റീബർത്ത് ഉണ്ടാവില്ല എന്ന് എല്ലാവരും ചിന്തിക്കുന്ന സമയത്തും ഈ ഒരു പക്ഷിക്ക് അറിയാം തനിക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവും. അത്രയും ഒരു പവർ ഉള്ള ഒരു വ്യക്തിയാണ്. അത്രയും ചിന്തിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഈ വ്യക്തി. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ മനസ്സിൽ ഇത്രയും ഉറച്ചതായിട്ടുള്ള വിശ്വാസമാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉള്ളതെന്ന് കാണുന്നുണ്ട്. യെസ്, അവരുടെ ആ ഒരു സന്തോഷം, അവരുടെ വേൾഡ് ഇത്രയും മനോഹരമാക്കിയത്, അവർക്ക് ഈ ഒരു സന്തോഷം ലൈഫ് ലോങ് വേണമെന്ന് ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങളിൽ സന്തോഷിച്ച പോലെ അവരുടെ ലൈഫിൽ ഒരു നാളിലും അവർ ഇത്രയും ഹാപ്പി ആയിട്ടുണ്ടായിരുന്നില്ല, ഇത്രയും എൻജോയ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആ ഒരു സന്തോഷം എപ്പോഴും അവരുടെ ലൈഫിൽ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി ഇത്തരം കാര്യങ്ങൾ അവർ നിങ്ങളോട് ഒരിക്കലും എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ അവരുടെ മനസ്സിൽ ഇത്രയും ഡീപ്പായിട്ടുള്ള ചിന്തകൾ ഉണ്ട് എന്ന് തന്നെയാണ്
ഇവിടെ വ്യക്തമാവുന്നത്. ഓരോ മൊമെന്റിലും അവർ ആ ഒരു സന്തോഷത്തെക്കുറിച്ച് അവർ ചിന്തിക്കുകയാണ്. ഓക്കെ, വളരെ സന്തോഷകരമായിട്ട് അവർ ഓരോ മൊമെന്റും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുകയാണ്. ഓക്കെ, മാസ്റ്റർ കാർഡ് തന്നെ അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് നിങ്ങൾ നോക്കുക. അവിടെ നിങ്ങൾക്ക് എൻ്റെ പ്രണയം ഫീൽ ചെയ്യാൻ കഴിയും. എനിക്ക് നിന്നോടുള്ള പ്രണയം എന്ന് പറയുന്നത് ഒരു ആഴക്കടലിനോളം ആഴമേറിയതാണ്. ഓക്കെ, അപ്പോൾ അത്രയും ഫീലിങ്സോട് കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് തന്നെ ലഭിച്ചിട്ടുള്ള ഒരു മെസ്സേജ് ആയിട്ടാണ് ഇവിടെ നമുക്ക് ഈ ഒരു ലവ് മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫീലോട് കൂടി തന്നെ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, സോ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അത്രയും അവർ സ്ട്രഗിൾ ചെയ്യുകയാണ്. ഈ ഒരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ ടൈം എന്ന് പറയുന്നത് അവർക്ക് ഇനിയും ഓവർകം ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തിലോട്ട് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ നിങ്ങളെക്കുറിച്ച് ഡീപ്പായിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റി തന്നെയാണ് ആ ഒരു കാർഡ് തരുന്നത്. യെസ്, അവർ ഒരുപാട് ഇമോഷണലി നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു കമ്മിറ്റ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് നൽകാനായിട്ടൊക്കെ ഈ വ്യക്തി ചിന്തിക്കുകയാണ്. പക്ഷെ അവരുടെ ലൈഫിൽ വലിയ രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടാവാം. പക്ഷെ ഒരു പോസിബിലിറ്റി എപ്പോഴാണോ അവരുടെ മുന്നിൽ ഉണ്ടാകുന്നത്, ഒരു അവസരം എപ്പോഴാണോ അവരുടെ മുന്നിൽ തെളിയുന്നത്, ആ ഒരു നിമിഷം തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് വന്നു ചേരും. അത്രമാത്രമാണ് അവർക്ക് ഓരോ മൊമെന്റിലും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടാവുന്നത്. ഈവൻ ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ പോലും അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് മ്യൂസിക് ഒക്കെ കേൾക്കുന്നുണ്ടാവാം. ഈ റിലേഷൻഷിപ്പിന് മ്യൂസിക്കുമായിട്ടൊക്കെ ഒത്തിരി കണക്ഷൻസ് ഉണ്ടാവാം. യെസ്, ദ ലവേഴ്സ്, 6 ഓഫ് കപ്സ്. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിച്ച് ചേരുന്ന ആ ഒരു മൊമെന്റിന് വേണ്ടിയിട്ടാണ് ഈ വ്യക്തി ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അവർക്ക് അത്രയധികം അവർക്ക് ഒരു ആത്മവിശ്വാസമുണ്ട്, അത്രയും വിശ്വാസമുണ്ട് നിങ്ങൾ ഒന്നിച്ച് ചേരുമെന്നുള്ളതിൽ. ഫ്യൂച്ചറിൽ ഇപ്പോൾ എന്ത് സിറ്റുവേഷൻ ആയിരുന്നാലും ഫ്യൂച്ചറിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്നിച്ച് ചേരും, ഒന്നിച്ച് ചേരേണ്ട വ്യക്തികളാണ് എന്നുള്ളൊരു കാര്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, ഓരോ ദിവസം തുടങ്ങുന്ന സമയം മുതൽ ആ ദിവസം എൻഡ് ആവുന്ന സമയം വരെയും അവർ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു എന്നുള്ളത് ഇവിടെ വളരെയധികം ക്ലിയർ ആയിട്ട് ഇവിടെ കാണുന്നുണ്ട്. മേ ബി ഇത് ഈ വ്യക്തി എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നില്ലായിരിക്കും. ഈ വ്യക്തിയുടെ ഈ ഒരു ഫീലിങ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നില്ലായിരിക്കാം. പക്ഷെ ഇത്രയധികം ചിന്തകൾ ഈ വ്യക്തിയുടെ മനസ്സിലുണ്ടെന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, മൈ സീക്രട്ട് ലവ് ഫോർ യു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആണ്. ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം, ചിലപ്പോൾ ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാവാം. എങ്കിൽ പോലും ഇപ്പോഴും സീക്രട്ടായിട്ട് തന്നെ ഈ വ്യക്തി നിങ്ങളെ പ്രണയിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഐ കാൺട്ട് ഗെറ്റ് യു ഔട്ട് ഓഫ് മൈ മൈൻഡ്. ഒരിക്കലും അവരുടെ മനസ്സിൽ നിന്നും നിങ്ങളെ ഒഴിവാക്കാനായിട്ട് ആ വ്യക്തിക്ക് കഴിയില്ല എന്നുള്ള ഒരു കാര്യവും അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ്.